മുത്തുമണികളെ അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ? ഞാനും കുഴപ്പമില്ല, സുഖമായിരിക്കുന്നുണ്ട്. പനിയൊക്കെ കുറവുണ്ട് കേട്ടോ. ഒരുപാട് പേര് ചോദിച്ചിരുന്നു എങ്ങനെയുണ്ട് പനിയൊക്കെ എന്നൊക്കെ. കുറവുണ്ട്. അപ്പം ഇന്ന് ഒരു സന്തോഷ വാർത്തയാണ് ഗൈസ്. നമ്മൾ സ്റ്റുഡിയോയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക കേട്ടോ. അപ്പോൾ ഞാൻ ബസ്സിൽ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോയി. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോകണം കേട്ടോ. അപ്പോൾ മുത്തുമണികളെ ഞാൻ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ സലുതാത്ത, നിസാർ കാക്ക, ഷാനു, ഷമീർ, ഞങ്ങൾ മൂന്നാളും കൂടെ കേട്ടോ. അപ്പോൾ നാലാളും കൂടെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഷാനു, ഷമീറും നിസാർ കാക്കൊക്കെ മുകളിലുണ്ട്, സലുതാത്ത അവിടെ താഴെയുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി ഇവിടുന്ന് പോയിട്ട് വേണം എനിക്ക് 2 മണി 2:30 ഒക്കെ ആകുമ്പോഴത്തേന് എനിക്ക് കുട്ടികളെ സ്കൂളിലെത്താണ്ട്. അവിടെ മാപ്പിളപ്പാട്ട് മത്സരമുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കണം. അപ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ. അപ്പോൾ നമ്മളങ്ങനെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകും. ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞതാ കേട്ടോ. മുകളിലാണ് സ്റ്റുഡിയോ. അപ്പോൾ ഇതുണ്ടോ, ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ. ഇതാണ് യാറോൺ പേര്. അപ്പോൾ ഞാനിവിടെ വെയിറ്റിംഗ് ആണ് ഗായ്സ്, വെയിറ്റിംഗ് ആണ്. ഇവിടുത്തെ വ്യൂ ഉണ്ട്, അടിപൊളിയാണ്. തുറന്നിട്ടുള്ളത് ഇവിടുത്തെ വ്യൂ അടിപൊളിയാട്ടോ. ഉണ്ടോ, നല്ല രസമുണ്ട്. ബസ്സിലൊക്കെ വരുമ്പോൾ അടിപൊളിയാണ് ഗൈസ്. ഈ താഴെ കാണുന്നത് ഒരു ഓഡിറ്റോറിയമാണ്. മെയിൻ റോഡൊക്കെ തന്നെയാണ്. നമ്മളിവിടെ എത്തിയിട്ടോ. ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് നിൽക്കണേ. സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഇവിടെ വെച്ചിട്ടാണ് റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ. വീഡിയോ ഇവിടുന്നൊക്കെ എടുക്കണത്, ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് എടുക്കണത്. ഇവിടെ എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ ഒരു വരുത്തും നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത്. പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ. അപ്പോൾ ബാക്കി കാണാം. ഓക്കെ. അങ്ങനെ കഴിച്ച് ഷാന് വന്നു, സർഗാക്ക അവിടെ ഉണ്ട് സംസാരിച്ചുകൊണ്ട് കിടന്നു. ഓക്കെ, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ഇവർ രണ്ടാളാട്ടോ നമ്മളെ വീഡിയോസൊക്കെ ചെയ്യുന്നത്, പാട്ടിൻ്റെ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇവർ നല്ല അടിപൊളി സിംഗറാണ്. എന്താ മിസ്സിൻ്റെ പേരെന്താ? മിസ് ഹബ്ഷ. എല്ലാവർക്കും അറിയണ്ടാവും മിസ് ഹബ്ഷ. അടിപൊളിയാണ്. മില്യൺ വ്യൂസൊക്കെ ഉണ്ട്. ഉഷാറാവട്ടെ എല്ലാവരും. ഷാനും അവിടെ നമ്മളെ സലോകിച്ചൻ വളവലം എത്തിയിട്ടുണ്ട്. സരിതാത്ത കാരനാണ് എനിക്കിങ്ങനെ പാട്ട് പാടാനുള്ളൊരു ഓഫർ കിട്ടിയത്. പിന്നെ നിസാർ കാക്കി, ഷാനും അവരൊക്കെ പാടന്നെ. അല്ല വിശേഷം. നമ്മളെ സപ്പോർട്ടിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ഭയങ്കരമായിട്ട് സപ്പോർട്ടിക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ സപ്പോർട്ടിക്ക് അധികം റീച്ചും കാര്യങ്ങളൊന്നും ഇല്ല. ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് എനിക്ക് ഭയങ്കര സങ്കടം. ജെസ്സി എല്ലാവരും നല്ല തിരക്ക് തന്നെ പോണത്. അപ്പോൾ സപ്പോർട്ടിയുടെ കാര്യം നോക്കുമ്പോൾ എപ്പോഴും എനിക്ക് സങ്കടമാണ്. അപ്പോഴാണ് 2 ആങ്ങളന്മാരെ കൂടെ പാട്ട് പാടാൻ ഒരു തോന്നിയത്. അപ്പോൾ അവൾക്കും ഇഷ്ടം തോന്നി. അവർ പാട്ട് പാടാനുള്ള കഴിവുണ്ടോ എന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ അവളോട് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു. പിന്നെന്താ സപ്പോർട്ടി പറയാനുള്ളത്, പറഞ്ഞോളൂ. എനിക്കൊത്തിരി സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ. ഞാൻ ഒരിക്കൽ പോയിട്ടുണ്ട്, സ്റ്റുഡിയോയിൽ പോയി പാടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് ഞാൻ ഫണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടേനു. പിന്നെ അത് യൂട്യൂബിൽ ഇട്ടപ്പോൾ കോപ്പിറൈറ്റ് വന്ന് അങ്ങനെ അത് ഭയങ്കര വിഷമമായി. പിന്നെ ഇപ്പോൾ ഈ ഒരു ഇതിൽ 2 കാക്കമാർ, ഒരു കാക്ക ഒരു അനിയന്, ഒരു അനിയന് ഒരു കാക്ക, ഇവർ കാരണമാണ് ഇപ്പോൾ എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടിയത്. പാട്ട് ഇഷ്ടപ്പെട്ടങ്ങളെല്ലാവരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ പറയാൻ. ഇഷ്ടപ്പെട്ടാൽ മാത്രം. അതിലെന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരാം. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞുതരാം, ക്ഷമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. അതെ. അപ്പൊ ഞാൻ ഇവിടെ വ്ലോഗ് എടുത്തോണ്ട് എല്ലാരും ഓരോരുത്തരെ ഇങ്ങനൊക്കെ പോയാൽ മതിയോ? എന്താ അപ്പോൾ മുത്തുമണികളെ ഷമീർ ഷാനു ഇവിടെ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ സലിതാത്ത ഇവിടെ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ സലിതാത്ത അടിപൊളിയല്ലേ, ഭയങ്കര ഡിസ്കഷനിലാണ്.
$01. സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. മാക്സിമം സപ്പോർട്ട് ചെയ്യണം. എൻ്റെ കുഞ്ഞനിയനാണ് കേട്ടോ, വേറെ ഒന്നും നിങ്ങൾ തെറ്റിദ്ധാരണയോടെ. അപ്പോൾ മുത്തുമണികളെ നമ്മളെ വീഡിയോ എടുക്കാനുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ. ഇതിനുള്ളിൽ കേട്ടോ നമ്മൾ അവിടെ കുറേ ആളുകളുണ്ട്, ലൈറ്റും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യണം കേട്ടോ. പാടാൻ തയ്യാറെടുക്കണ ഒരു ചെറിയൊരു ക്ലിപ്പ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ റെക്കോർഡിങ് സ്റ്റുഡിയോ ഇവിടെയാണ് കേട്ടോ. ഇവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണം. പക്ഷേ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യണ്ടാവും. ഇതറിയോ? അരിമുല്ലക്കിനാവിലെ അഴകേ പുതുമാരൻ സഫ്ന കണ്ടോ? എന്ത് പാട്ടാ പാടുക? ഫോണ് ഓണാക്കണ് അല്ല അങ്ങനെ ബുദ്ധിമുട്ടാണ്. എല്ലാവരും കൂടി പാട്ടിടുമല്ലോ. കുറച്ചങ്ങോട്ട് ഇറങ്ങി ഞാൻ വെള്ളിട്ടില്ല അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് നീങ്ങിക്കോളൂ. എന്ത് പാട്ടാ പാടുക? ഞാനും നിസാറും കൂടെ പാട്ടാടാൻ പോവാ. നമ്മുടെ വൈറൽ താരം, ഇൻസ്റ്റാഗ്രാമിൽ വൈറൽ താരാണ്. ചക്കര കുറച്ച് നാണുണ്ട്, മാറണ്ട കേട്ടോ. എന്നാ പറഞ്ഞോണി. അപ്പോ പാട്ട് ചിരിയുള്ള കോയിലിന്റെ സ്വരമുള്ള വാട്ടി നിന്റെ അരിമുല്ലക്കിനാവിലെ അഴകേറും പുതുമാരൻ ഇതാ വരുന്നേ പെണ്ണേ ഇതാ വരുന്നേ. കൂടമുല്ല ചിരിയുള്ള കോയിലിന്റെ സ്വരമുള്ള പുതു മണവാട്ടി നിന്റെ അരിമുല്ലക്കിനാവിലെ അഴകേറും പുതുമാരൻ ഇതാ വരുന്നേ പെണ്ണേ ഇതാ വരുന്നേ. മിന്നുന്നല്ലോ മേനി നിറയെ കരയല്ലേ കൽവിൻ മണിയെ കൽക്കണ്ട കനിയല്ലേ. സ്വർണ്ണത്തേരിൽ മെഹന്തി നിറമുള്ള സുഗന്ധി പൂവൾ സുൽത്താൻ മന്നടി സ്വർണ്ണത്തേരിൽ മഴവില്ലഴകുള്ള മധുര ചിരിയുള്ള ബദറുൽ മുനിറൊത്ത മാരൻ അടുത്ത പാട്ടേ പാടട്ടോ. ആഗയാ ആഗയാ ദിൽ ചുരാനെ വോ ആഗയാ അരെ വാ ആഗയാ ആഗയാ ദിൽ ചുരാനെ വോ ആഗയാ. അതിനിടം കൊടുക്കുന്നവൻ വീട്ടികളുടെ നേതാവ്. ഞാൻ പോസ്റ്റ് പാട്ടത്തൊക്കെ തന്നെയാണ്. ഒരു കൊട്ട പൊന്നുള്ളതും പിന്നെ മയുടെ മോളെ അതൊക്കെ അടിപൊളിയാണ്. മായുടെ മോളെ ശരിയാത്ത പാട്ട് ഞാൻ ഒറ്റക്കൊന്നും പാടില്ല, എല്ലാരും കൂടെ. അയക്കറിയില്ല കിട്ടിയതല്ലേ കണ്ട് നെട്ടി. നമുക്കിത് അറിയുന്ന പാട്ട് പറയും. കുറെ പ്രോഗ്രാമിനൊക്കെ പോകണല്ലേ. അവൾ കാലത്തെ മായുടെ തല്ലാനോ പാടില്ല കൊല്ലാനോ മോളായി പോയി മക്കത്തെ രാജാതിയായി അപ്പോൾ മുത്തുമണികളെ നമ്മളെല്ലാവരും പാടെ കൂടിയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. അത് ചെറുതായിട്ട് വെറുതെ പാട്ട് പാടിയിട്ട് വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കും ഇവിടെ ഇന്ന് കാണിച്ചു തന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ആരാണെന്ന് നോക്കി, ഫേമസ് ആയ താരാണ് ഗൈസ്. ഞാനിവിടെ സ്റ്റുഡിയോയിൽ വന്നിട്ട് പരിചയപ്പെട്ടാട്ടോ. ഇതൊക്കെ നല്ലോണം പാട്ട് പാടും കേട്ടോ. ഇൻസ്റ്റയിലും അതുപോലെ കല്യാണ പരിപാടിക്കൊക്കെ പോലുണ്ട്. ഇൻസ്റ്റയിലൊക്കെ അത്യാവശ്യം ഫോളോവേഴ്സ് വ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വന്നിട്ട് പരിചയപ്പെട്ടാണ്. കുഞ്ഞനിയൻ തന്നെയാണ് കേട്ടോ. നിസാർ കാക്ക അവിടെ നിൽക്കും. നിസാർ അതെ. അപ്പോൾ നിസാർ കാക്കി ഷാനും സലത്താത്തയും കൂടെ ആട്ടോ എനിക്ക് ഈ ഒരു അവസരം തന്നത്. എനിക്ക് സന്തോഷം. അപ്പോൾ ഒരു പാട്ട് എടുത്തരും.
പാടി. മലർമഴവില്ലായി കൊണ്ടൊരു കനിമോള് അവളുടെ മധുമൊഴുകും പേരാണ് ജമാല്. അടിപൊളിയല്ലേ? എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അവൻ്റെ ഇൻസ്റ്റന്റ് ID ഞാൻ കൊടുക്കാം കേട്ടോ, ചാനലിൽ അവിടെ അത് കൊടുക്കാം. അപ്പോൾ പാട്ടും റെക്കോർഡിങ് വീഡിയോസും എടുക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ, ഷൂട്ടൊക്കെ കഴിഞ്ഞു. നമ്മൾ പോവാണ്, എനിക്കിനി സ്കൂളിൽ പ്രോഗ്രാം ഉണ്ട്. നമ്മൾ പോവാണ് ഗൈസ്. ഞങ്ങൾ പിന്നെ ഇനി പോവാണ്. അവൾ പാട്ടൊക്കെ പാടി സാറായി. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണ്ടോ? ഓക്കെ. അപ്പോൾ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ. ബൈ. അപ്പോൾ ഗൈസ് പരിപാടി കഴിഞ്ഞ് ഞാൻ പോവാണ്. ഇനി നേരെ സ്കൂൾക്ക് എത്തണം. 2:30 ആകുമ്പോൾ സ്കൂൾക്ക് എത്തണം എനിക്ക്. ഓക്കെ, ഞാനിനി ഇവിടുന്ന് ബസ്സുണ്ട്, ഡയറക്റ്റ് പെരിന്തൽമണ്ണക്ക് ബസ്സുണ്ട്. അപ്പോൾ ബസ് കിട്ടിയിട്ട് നേരെ ഞാൻ പോവും. ഇനി ഇത്ര വീഡിയോ. ഓക്കെ, അപ്പോൾ ബൈ.